അനുവദിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ കച്ചവടം ചെയ്യുന്നവരാണ്, ബിസിനസ്സുകാരാണ്. പലിശ എന്ന് പറഞ്ഞാൽ ഉള്ള പൈസയെ ഇരട്ടിപ്പിക്കലാണ്. 1000 കൊടുത്തിട്ട് എനിക്ക് 1100 വേണമെന്ന് പറയാം. പൈസ എങ്ങനെയാ സ്വയം പെരുകുന്നത്? പണം പെരുകണമെങ്കിൽ, അല്ലെങ്കിൽ പൈസ വർദ്ധിപ്പിക്കണമെങ്കിൽ, സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അവിടെ വർക്ക് വേണം, ക്രിയേറ്റിവിറ്റി വേണം. ഇതാണ് ഇസ്ലാം പറയുന്നത്. എല്ലാവരും 1 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് ആ 1 കോടി 2 കോടി ആക്കാൻ വേണ്ടി എല്ലാവരും പലിശക്ക് കൊടുത്താൽ ഇവിടെ ആരാ അധ്വാനിക്കുക? ആരാ ഇവിടെ ജോലിക്ക് പോവുക? ആരാ കച്ചവടം ചെയ്യുക? പൈസ ഒറ്റയ്ക്ക് വളരുമോ? പൈസ ഒറ്റയ്ക്ക് പൈസയായിട്ട് വളരുമോ? ഇല്ലല്ലോ. പൈസയെ സ്വയം വളർത്തുന്ന പരിപാടിയാണ് പലിശ എന്ന് പറയുന്നത്. ഇസ്ലാം അതിനെതിരാണ്. കാശ് കൂട്ടിവെക്കരുത്. സമ്പത്ത് സമ്പന്നന്മാർ അത് ഒരുമിച്ച് കൂട്ടിവെക്കരുത്. സമ്പത്ത് ജനങ്ങളിൽ ഒഴുകണം, സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവണം, പ്രോഗ്രസ് ഉണ്ടാവണം, ബിസിനസ് ചെയ്യണം. അപ്പോൾ മുസ്ലിമീങ്ങൾ പലിശ പരിപാടി നിർത്തി. അവർ ചെയ്യുന്നില്ല, അവർ കച്ചവടം തുടങ്ങി. നന്നായിട്ട് കച്ചവടം ചെയ്യും. എവിടെ ചെന്നാലും ബിസിനസ് അല്ലേ? ചന്ദ്രനിൽ പോയി ഇറങ്ങിയാലും ചിലപ്പോൾ കടുപ്പത്തിൽ ചായ വേണമെന്ന് ഇപ്പോൾ ചോദിച്ചെന്ന് വന്നേക്കാം. നമ്മൾ അങ്ങനെ അത്രക്ക് ബിസിനസ് ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ ബിസിനസ് പൊളിഞ്ഞു എന്ന് വിചാരിക്കുക. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേത് അള്ളാഹുവിന്റെ ഖദറിലും ഖലായിലും വിശ്വസിക്കുന്നവരാണ്. കച്ചവടം ചെയ്ത് പൊളിഞ്ഞു, വീണ്ടും കച്ചവടം ചെയ്യും, വീണ്ടും പൊളിയും, വീണ്ടും അള്ളാഹ് കണക്കാക്കിയാൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്ന ഒരു നല്ല സംസ്കാരം ഈ ഉമ്മത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളായിട്ട് ഇനി ഇല്ലാണ്ടാക്കരുത്. മദ്യപാനവും മ്യൂസിക്കും ലൈവ് ഡാൻസുകളും കാബറെ നൃത്തങ്ങളും റോക്ക് ഡാൻസുകളും റാപ്പ് മ്യൂസിക്കുകളും ഉണ്ടെങ്കിലേ ആനന്ദമാകൂ എന്ന് ധരിച്ചു വെച്ചവർക്ക് ഹലാലിൻ്റെ ഓപ്ഷനുകൾ കൊടുക്കാൻ നമ്മുടെ മക്കളുടെ കഴിവുകൾക്ക് സാധിക്കണം, അവരുടെ ടാലൻറ്റുകൾക്ക് സാധിക്കണം. ഭക്ഷണത്തിലെ വെറൈറ്റികൾ ഈ ഉമ്മത്തെ എക്സ്പ്ലോർ ചെയ്തതാണ്. മറ്റു സമുദായങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാനതിന് ഇല്ല എന്ന് പറയല്ല, അല്ലെങ്കിൽ ചെറുതായി കാണുകയല്ല. പക്ഷേ ഈ ഉമ്മത്ത് അങ്ങനെയാണ്. കോഫി ഉണ്ടായത് അങ്ങനെയാണെന്ന് പറയാം. കോഫിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചുള്ളൊരു സ്റ്റഡി ഉണ്ട്. എങ്ങനെയാണ് അറബ് നാടുകളിൽ അറബ് ഗാവ, അതാണ് നമ്മൾ അറബികളുടെ കോഫി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവരെ കൊണ്ടുപോയി കടക്ക് ചായ നമ്മൾ മലയാളികൾ കൊണ്ടുപോയി കുടിപ്പിച്ചതാണ്. അറബികൾക്ക് ചായ അറിയില്ലായിരുന്നു. അവർ കട്ടൻ ചായ തുർക്കികൾക്കറിയാം. നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ കുടിക്കുന്ന, മധുരമില്ലാത്ത ചായ തുർക്കികൾ കുടിക്കാറുണ്ട്, പേർഷ്യക്കാർ കുടിക്കാറുണ്ട്, ഇറാനിൻ്റെ ഖുറാസാനിൻ്റെ മേലോട്ടുള്ള രാജ്യങ്ങളൊക്കെ. പക്ഷേ ഈ പാല് പാർന്നിട്ടുള്ള ഈ ചായ നമ്മൾ മലയാളികൾ അറബികളെ കൊണ്ടുപോയി കുടിപ്പിച്ചപ്പോൾ അവർക്ക് ചായ ഇല്ലാണ്ട് വയ്യാണ്ടായിപ്പോയി. അവർക്ക് കോഫി അറിയുമായിരുന്നുള്ളൂ. കോഫി എന്ന് പറയുന്നത് തങ്ങളുടെ കൂടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ലഹരിക്ക് വേണ്ടി ആൽക്കഹോളിനെ സമീപിക്കുമ്പോൾ കോഫിയിലെ കഫീന് കൊണ്ടുണ്ടാകുന്ന ചെറിയ ഒരു ഉന്മേഷം, അത് ഹലാലാണ്. ആ ഹലാല് കൊണ്ട് ഒരു ഹറാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമായി വളർന്നു വന്നതാണ് അറബ് നാടുകളിൽ ഈ ഗാവ കുടിക്കുന്നതും കോഫി കുടിക്കുന്നതുമായി ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാർബക്സ് കോഫിനെ കുറിച്ചോ ടിം ഹോർട്ടൺ കോഫിയെ കുറിച്ചോ ഒന്നല്ല ഞാൻ പറയുന്നത്. അവർ കാപ്പിക്കുരു തിളപ്പിച്ചെടുത്ത് മധുരമില്ലാതെ ഈത്തപ്പഴവും കൂട്ടി കുടിച്ചിരുന്ന ഒരു ഗാവയുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ആൽക്കഹോളിന് ബദലായിട്ട് ഒരു സംസ്കാരം വളർത്തിയെടുത്തതാണത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഹലാലുകൾ അനന്തമാണ്, ഹറാമുകൾ കുറച്ചുള്ളൂ. ഖുൽ ഇന്നമാ ഹറമ റബ്ബി, എൻ്റെ റബ്ബ് ഹറാമായത്, തആലൂ അത്ലു അലൈക്കും മാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് ഹറാമാക്കിയത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു തീർക്കാവുന്നതാണ് ഹറാമുകൾ, പക്ഷെ ഹലാലുകൾ പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമാണ്. നമ്മുടെ വിവാഹങ്ങൾ, നമ്മുടെ സദ്യകൾ, നമ്മുടെ സൽക്കാരങ്ങൾ വഴിവിട്ടു പോകരുത്. ഹലാലിൻ്റെ ബൗണ്ടറിയിൽ നിന്നും ഹറാമിലേക്ക് കടന്നു പോകരുത്. കുൻതും ഖൈറ ഉമ്മ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. സൂറത്ത് തൗബയിൽ അല്ലാഹു വേറൊരു കാര്യം പറഞ്ഞു. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله
ഉലൈക സയർഹമുഹുമുല്ലാഹ് വൽമുഅ്മിനൂന വൽമുഅ്മിനാത്ത്. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഔലിയാഉ ബഅദ്, അവരവരുടെ ഈമാനിന്റെ പ്രഭ കൊണ്ട് പരസ്പരം ഇൻസ്പയർ ചെയ്യേണ്ട ആളുകളാണ്. ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ച് അച്ചടക്കത്തോടെ നടക്കുമ്പോൾ ആ കുട്ടി കാരണം മറ്റു കുടുംബങ്ങളിലേക്ക് ഹിജാബിനെ കുറിച്ചുള്ളൊരു ഇംപ്രഷൻ വരണം. അതില്ലാത്ത കുട്ടികൾ അതിലേക്ക് വരണം. ആ കുട്ടിയുടെ സംസ്കാരം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവണം. മുഅ്മിനീങ്ങൾ പരസ്പരം ഈമാനിന്റെ വിഷയത്തിൽ സഹായിക്കുന്നവരാണ്. ആണുങ്ങൾ അങ്ങനെയാണ്, പെണ്ണുങ്ങളും അങ്ങനെയാണ്. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. സമൂഹത്തിൽ നന്മകൾ ഉണ്ടാകണം, തിന്മകൾ ഉണ്ടാകരുത് എന്ന് പറയുന്നവരാണ് സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും. സ്വയം നന്നാവുക മാത്രമല്ല, മറ്റുള്ളവരെ നന്നാക്കുക കൂടി ചെയ്യേണ്ടവരാണ് ഈ സമൂഹം. അതിനാണ് നമ്മുടെ മസ്ജിദുകൾ വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ മസ്ജിദുകൾ നിലകൊള്ളുന്നത് ആ സംസ്കാരം വിളിച്ചറിയിക്കാനാണ്. നന്മയിലേക്ക് വരണം. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. രാത്രി ഇങ്ങനെ തണുത്തുറഞ്ഞ്, വയനാടിൻ്റെ തണുപ്പ് സുബഹി നേരത്ത് ഇങ്ങനെ മൂടി ഉറക്കത്തിൻ്റെ ആഴത്തിലേക്ക് മനുഷ്യനിങ്ങനെ അറിയാതെ ഡീപ്പ് സ്ലീപ്പിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് പള്ളിമുനാരങ്ങളെന്ന് വിളിച്ചു പറയാൻ ഹയ്യ അലസ്വലാ, അസ്വലാത്തു ഖൈറും മിനൻ നൗം. ആ വാക്കുകൾ എന്തൊരു മനോഹരാണ്. അസ്വലാ, അല്ലാഹുവിനോട് നിങ്ങൾ ചെയ്യുന്ന അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയുള്ള ഔദ്യോഗികമായ റബ്ബിൻ്റെ മുമ്പിലുള്ള മീറ്റിങ്ങിന് വിളിക്കുകയാണ് നിങ്ങളെ. ഖൈറുൻ, പടച്ചവനോട് ആ നിങ്ങൾ സംസാരിക്കുന്ന നിസ്കാരം എന്ന റബ്ബിനോടുള്ള സംഭാഷണമാണ്. ഖൈറും മിനൻ നൗം, നിഷ്ക്രിയരായി നിങ്ങൾ ഉറങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലത് എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. അതുകൊണ്ട് ഹയ്യ അലസ്സലാ, നിസ്കരിക്കാൻ വരണേ, പ്രാർത്ഥന മറന്നു പോവല്ലേ. ഹയ്യ അലൽ ഫലാഹ്, അത് വിജയത്തിൻ്റെ വഴിയാണ്, വിജയത്തിലേക്ക് വരേണമേ. ഇത് വിളിച്ചു പറയാണ് നമ്മുടെ മസ്ജിദുകൾ. നന്മയിലേക്ക് വിളിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. വയുഖീമൂന സ്വലാഹ് വയുഅ്തൂന സകാഹ്, സകാത്ത് കൊടുക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്. പൈസയോട് ആർത്തിയില്ല എന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാവണം. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആണ് എന്ന് ഞാൻ വിചാരിക്കട്ടെ. പൈസയോട് ആർത്തി പാടില്ല. സമ്പത്തുണ്ടാക്കണം ഹലാലിലൂടെ, പക്ഷെ ആർത്തി പാടില്ല, പിശുക്ക് പാടില്ല. നമുക്ക് പലിശ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദാനശീലം വർദ്ധിച്ചവരാണ്, ധാരാളം കൊടുക്കുന്നവരാണ്. അതിന് മടിയില്ല. യൂസുഫ് അലി സാഹിബൊക്കെ സമസ്തയുടെ സമ്മേളനത്തിൽ എത്ര 7 കോടിയോ ഞാൻ എത്ര വേണമെങ്കിലും കൂടുതൽ ഇനിയും തരട്ടോ. ഇതൊന്നും എല്ലാവർക്കൊന്നും പറയാൻ കഴിയില്ല. ഉള്ള ആളുകൾക്ക് തന്നെ ആ ഒരു പെട്ടെന്നങ്ങ് വരൂല. എൻ്റെ സെക്രട്ടറിയോട് ചോദിക്കട്ടെ, എൻ്റെ ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം ഒന്ന് എടുക്കട്ടെ, അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയേണ്ടി വരും. ഏയ്, അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്, പടച്ചവൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ദാനശീലം ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദാനം റമളാനിൽ എൻ്റെ വേളൊക്കെ പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. തൊയ്യബേസി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് വടകരക്കാരൻ, ഒരു ചെറിയ ഗ്രൂപ്പ്, കുറച്ച് ആളുകളൊക്കെ. അവർ എല്ലാ റമളാനിലും കുറച്ച് റമളാൻ കിറ്റുകൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രം കൂടിയിട്ട് സ്വരൂപിച്ചിട്ട് ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നാളെ 14-ാം തീയതി നാളെ അതിൻ്റെ വിതരണം തുടങ്ങാണ്. റമളാനാകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ദാനം ചെയ്യാൻ. ഇപ്പോൾ റമളാനാകുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ഇഫ്താർ പരിപാടികൾ നടക്കും. എത്രയോ സംഗമങ്ങൾ, മസ്ജിദുകളിൽ ഇഫ്താറുകൾ, അങ്ങാടികളിൽ, പൊതുനിരത്തുകളിൽ, ഗൾഫ് നാടുകളൊക്കെ സിഗ്നലുകളിൽ ആളുകൾ
സ്പീഡിൽ ഓടിച്ച് ഇഫ്താറിന് വേണ്ടി വീട്ടിലെത്താൻ ഓടുമ്പോഴാ ഇഫ്താർ കിറ്റുകൾ സിഗ്നലുകൾ, ട്രാഫിക് സിഗ്നലുകൾ പോലീസുകാർ വിതരണം ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ വണ്ടിക്കാരും. അത് ഏത് ജാതി മനുഷ്യനാണോ, നോമ്പുണ്ടോ ഇല്ലേ അവർക്കൊക്കെ കൊണ്ടുപോകാം. മസ്ജിദുകളുടെ മുമ്പിലൊക്കെ വലിയ വലിയ ടെൻറ്റുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഇഫ്താർ കഴിച്ചു പോവാൻ. ആരും ചോദിക്കൂല അവിടെ നീ മുസ്ലിമാണോ, നോമ്പിട്ടുണ്ടോ, ഒന്ന് ഫാത്തി ഒതിക്കൊന്നുമില്ല. അവിടെ ആർക്കും വന്ന് കഴിച്ചു പോകാം. സുബ്ഹാനല്ലാഹ്. ഇതുപോലെയുള്ള നല്ല സംരംഭങ്ങൾക്ക് സഹായിച്ച ആളുകൾ, ഞാൻ അല്ലാഹു അക്ബർ ഗ്രൂപ്പിൻ്റെ അവർ അഡ്മിൻ, അവർ ചെയ്ത സേവനം ഓർക്കുകയാണ്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, അവരുടെ നന്മകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നൈജീരിയയിൽ എൻ്റെ സുഹൃത്ത് സയ്യിദ് ഹുദവി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് മസ്ജിദുകൾ, ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കുള്ള ഇഫ്താർ ഈ വർഷവും നടക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് വലിയ വിജയമാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ സത്യസന്ധരായ നൈജീരിയക്കാരായ പ്രവർത്തകരും അവിടുത്തെ ആലിമീങ്ങളും സയ്യിദ് ഹുദവിയുടെ കൂടെ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ഇഫ്താറിനുള്ള സൗകര്യം ഒരുക്കുകയാണ്. അള്ളാഹു ഇതിനൊക്കെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ഈ വർഷത്തിലും സഹായിക്കാൻ പോകുന്നവർ, നമ്മുടെ നാടുകളിലെ എല്ലാ നന്മകൾക്കും കൂടെ നിൽക്കുന്ന മുസ്ലിം ബഹുജനങ്ങൾ, അള്ളാഹുരുടെയൊക്കെ എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മുസ്ലിം ഉമ്മത്ത് ദാനത്തിൻ്റെ ഉമ്മത്താണ്, ഔദാര്യത്തിൻ്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് പിശുക്കിൻ്റെ ആളുകളല്ല. ഈ ഉമ്മത്ത് സമ്പത്ത് വാരിക്കൂട്ടണമെന്ന ആർത്തിയുള്ള ആളുകളല്ല. പിന്നെയോ അത് അല്ലാഹുവിൻ്റെ വഴിക്ക് കൊടുക്കേണ്ടവരാണ്. സകാത്ത് കൊടുക്കേണ്ടവരാണ്. പാവപ്പെട്ട ആളുകൾക്ക് മുസ്ലിമിന്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. വൽ മഹ്റൂം, സായിൽ ചോദിച്ചു വരുന്നവർക്കും, വൽ മഹ്റൂം ഇല്ലാത്ത പാവപ്പെട്ടവർക്കും ഒരു മനുഷ്യന്റെ സമ്പത്തിൽ അവകാശമുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ഉമ്മത്ത് ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്, നമ്മൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് സഹായിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. മുഅ്മിനീങ്ങൾ ഈമാനിന്റെ വിഷയത്തിൽ പരസ്പരം സഹായിക്കണം. അല്ലാത്ത വിഷയത്തിൽ സഹായിക്കാനൊക്കെ ഒരുപാട് യൂട്യൂബർമാരും വ്ളോഗർമാരൊക്കെ ഉണ്ട്. ഈമാന്റെ വിഷയത്തിൽ സഹായിക്കാൻ ആളുകളില്ല, കുറവാണ്. എന്നാലും നല്ല മക്കള് നന്നായിട്ട് ചില വീഡിയോകളൊക്കെ ചെയ്തിട്ട്, ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ ദീനിൻ്റെ ചിന്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളും ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു അതിൽ നന്മ ചെയ്യുന്നവർക്കൊക്കെ ഖൈർ ചെയ്യട്ടെ.